നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇതൊരു ഇംപെക്സ് കമ്പനിയുടെ ഇഞ്ചക്ഷൻ കുക്കറാണ്. വർക്ക് ചെയ്യുന്നില്ല. തിരക്ക് കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇന്ന് കുറഞ്ഞൊരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടതാണ്. എന്നിത് അഴിച്ചു നോക്കിയിട്ട് കമ്പോണൻ്റൊന്നും കംപ്ലൈൻറ്റ് കാണുന്നില്ല. പിന്നെ ഈ ഇതിൻ്റെ മെയിൻ വയർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ 3 പിന്ന് കംപ്ലൈൻ്റാണ്. ആ ഭാഗത്ത് കംപ്ലൈൻ്റാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ. ഞാനത് കട്ട് ചെയ്തു. ഇനി വേറെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഇട്ട് നോക്കാം. വേറെ ഇട്ട് എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വയറിൻ്റെ തന്നെയാണോ സംഭവം എന്നില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ചെക്ക് ചെയ്ത് ഫ്യൂസ് പോയിട്ടില്ല. അങ്ങനെ ഫ്യൂസിന് കംപ്ലൈൻറ്റ് വന്നില്ല. ഈ വയറിൻ്റെ ആ പ്ലഗിൻ്റെ പിന്ന് മാത്രം കംപ്ലൈൻറ്റ് ഉള്ളതായിട്ടാണ് കണ്ടത്. ഇതൊക്കെ ഹൈ വാല്യൂ റെസിസ്റ്റൻസുകളാണ്. ഈ റെസിസ്റ്റൻസുകൾ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ എന്തെങ്കിലും എറർ കോഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കറണ്ടിൽ കുത്തി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു. ഞാൻ ഷൗക്കത്ത് നിലമ്പൂർ, റിയൽ ലൈഫ് ചാനൽ ഷൗക്കത്ത് നിലമ്പൂരാണ് ഈ ചാനലിൻ്റെ പേര്. കറണ്ടിൽ കുത്തി കണക്ഷൻ കൊടുത്തു. ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്തു. ഓക്കെ. ഓണ് ചൂടാവുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ഈവൺ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ല റെസിസ്റ്റൻസുകൾ, ചിലപ്പോൾ ആ റെസിസ്റ്റൻസുകൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകും. നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം റെസിസ്റ്റൻസുകളൊക്കെ. ഈ റെസിസ്റ്റൻസ് കംപ്ലൈൻ്റാണ്. 270 റെസിസ്റ്റൻസ് കംപ്ലൈൻ്റാണ്. തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അത് ഞാനിത് ഫിറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് 270K. ഈ 270K റെസിസ്റ്റൻസ് മാറ്റിയിട്ട് പുതിയ റെസിസ്റ്റൻസ് മാറ്റി ഫിറ്റാക്കണം. ഇത് പഴയ 270K റെസിസ്റ്റൻസ്. ഇനി അതിന് മാറ്റിയിട്ട് നമുക്ക് പുതിയ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതത് ഫിറ്റാക്കാം. 270 റെസിസ്റ്റൻസ് വെച്ച് തൊട്ടടുത്ത് നോക്കുമ്പോൾ അത് 820 റെസിസ്റ്റൻസ് കൂടെ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഫാൻ വർക്ക് ചെയ്യില്ല, ഫാൻ മോട്ടർ. അപ്പോൾ അതും കൂടെ മാറ്റി. ആ 2 റെസിസ്റ്റൻസുകൾ കംപ്ലൈൻ്റ് ആണ്. ആ 2 റെസിസ്റ്റൻസ് ആണ് മാറ്റിയത്. ഇതാണ് ആ 820K. ഈ 820K റെസിസ്റ്റൻസും കൂടെ മാറ്റണം. ഇത് പഴയ റെസിസ്റ്റൻസ്. ഇനി പുതിയത് നമുക്ക് മാറ്റിയെടുക്കാം. ഇതാണ് പുതിയ റെസിസ്റ്റൻസ്. ഇത് മാറ്റി ആ പഴയ സ്ഥലത്ത് തന്നെ ഫിറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ 270Kയും ഫിറ്റ് ചെയ്തു, 820Kയും ഫിറ്റ് ചെയ്തു. ഇനി ഒന്ന് ഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇതിപ്പോൾ 2 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, 2 ഇതായി. ഇനി നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതിന് 3 കംപ്ലൈൻറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പവർ, രണ്ടാമത് ഈവൺ കാണിക്കുക വെള്ളം ചൂടാവാതെ, മൂന്നാമത് ഫാൻ വർക്ക് ചെയ്യാതിരുന്നത്. അത് 3ആയിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഇത് വർക്കിംഗായി. അപ്പോൾ ഇനി ഇതുപോലെ ഈവൺ കംപ്ലൈൻറ്റുകൾ വന്നാൽ അധികമൊന്നും തരാൻ നിൽക്കണ്ട. ഇപ്പോൾ ഇതിൽ കാണിച്ച റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ റെസിസ്റ്റൻസുകൾ മാറ്റുക. ഹൈ വാല്യൂ റെസിസ്റ്റൻസ് മാറ്റിയാൽ തന്നെ ഇത് വർക്കിംഗ് ക്ലിയർ ആവും. അല്ലാതെ IGBT, ചില ആളുകൾ IGBT മാറ്റി അങ്ങനെയൊക്കെ മാറ്റി, അതൊന്നും ചെയ്യാൻ നിൽക്കണം. ഈ വീഡിയോ 4 മിനിറ്റ് 12 സെക്കൻഡ് അതിൻ്റെ ഇടയ്ക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിന്നെ വീഡിയോ വർക്ക് ചെയ്യുന്നതൊന്നും ഇടാത്തത്. ഈ വീഡിയോ അത് പിടിക്കുന്നൊന്നും ഇടാത്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, നല്ല പ്രോത്സാഹനം തരിക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ, നമസ്കാരം, അസ്സലാമു അലൈക്കും. ശബ്ദം കുറവാണ്, ക്ഷമിക്കുക. അടുത്തതിൽ ശരിയാക്കി വരാം. ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്.